മക്കളെന്ത് ചെയ്തു? ഓ എടുത്തോ. എന്നിട്ട് പിന്നെ എവിടെ പോയി? പിന്നെയും കയറിപ്പോയാ? മക്കളെ ചിരിച്ചെടുക്ക. എന്ത് കൂട്ടാ? എന്തോ ക്യാമറ ഇല്ല, എന്തോന്ന്? ആര് ഫോട്ടോ എടുക്കണ? ആര് ഫോട്ടോ എടുക്കണില്ല? ഓ ഫോട്ടോ എടുത്താ മക്കളെ? അയ്യോ മക്കളെ ഹർഷക്കുട്ടി എന്തിനാ മക്കളെ എവിടെ നോക്കണേ? ആരെ നോക്കണേ? ക്യാമറയിൽ നോക്കണ? ഓ ഉറക്കവും വരണല്ലോ. എന്ത് ചെയ്യും, ഉറക്കവും വരണല്ലോ. അച്ഛേതൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ? ചക്കര കുട്ടി എടുത്തോ? മക്കളെ ഹർഷക്കുട്ടി ചക്കരു സ്നാപ്പ് എടുക്കണം. ഹർഷക്കുട്ടി കുട്ടിമാളു സൗണ്ടൊക്കെ പിന്നെ കരയാനുള്ള തയ്യാറെടുപ്പാണോ? എത്ര വേണോ എടുത്തോ? പാമ്പസ് അവര് അങ്ങോട്ട് പിടിച്ച് തിരിച്ച് കിടത്തില്ലേ? അതുകൊണ്ടായിരിക്കും അവരെടുത്തു. കുഴപ്പമില്ലാതെ ആവശ്യത്തിനുള്ള ഫോട്ടോ കിട്ടും. എന്ത് അവിടെ പോകുമ്പോ നമുക്ക് മാലയൊക്കെ ഇടണ്ടേ? ഒരു മാലയിട്ട് ഒരു ഫോട്ടോ എടുക്കൂ. എന്നാ ചെയ്യുന്ന ഭാവി? അവളുടെ തല വലുതായിരുന്നു.
അയ്യോ തല വലുതായി. അയ്യോ വെള്ളം പിടിക്കരുത്. ഇപ്പോഴാ പെൺകുട്ടിയായത് കണ്ടോ. മാലയൊക്കെ ഇടണം. പെൺപിള്ളേർ മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ആൺപിള്ളേരെ പോലെ ഇരിക്കില്ലേ. എൻ്റെ വൃത്തികേടാന്നറിയോ. 2 വള, ഈ കയ്യിലൊരു വള, അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടിയാ തോന്നും. കണ്ടോ ഇപ്പൊ ഈ ഹോട്ടലിൻ്റെ ഒക്കെ എടുത്തായിരുന്നു. ഈ ഹോട്ടലിൽ ഞാൻ റിസോർട്ട്സ് നോക്കി. ചെറിയ വളയുണ്ടോ നോക്കട്ടെ കേട്ടോ. കണക്കായ വളയൊക്കെ. ഈ വള കണക്കായി. അത് പക്ഷെ ഊരുമെന്ന് തോന്നുന്നല്ലേ. ഊരിപ്പോരും. അത് വേണ്ട. ഇനി പോന്നാലോ. ഒരു കത്തോളം എൻ്റെ അടുത്ത് കിട്ടും. അത് എനിക്കന്ന് വളയുടെ അലർജി ആണെന്നും അറിയില്ലല്ലോ. സ്വർണത്തിന് അലർജി അല്ല, മറ്റേ കറുത്ത മുത്തു. അങ്ങനെ മുത്തു. ഈ വള ആ കയ്യെ പാകാകുമോ നോക്കിക്കാമോ. ആ വള ഊരിട്ടിട്ട് എനിക്കൊന്നും അതിനേക്കാൾ മക്കളിട്ടോ. ഇത് വലുതില്ല. ഇത് ഒരുപാട് വലുത്. മറ്റേ ഇട്ടോ. ഇത് മറ്റേത് കണക്കാണെന്ന് തോന്നുന്നല്ലേ. അത് കറക്റ്റാ. ഞാൻ ആ കൈ വണ്ണിച്ചിരിക്കുന്നോണ്ടാണോ അറിയത്തില്ല. തീർച്ചയായിട്ട് എന്ത് ചക്കരേ എന്തിടാ എന്ത്. ഇതും വലുതാണ്. മാലയ്ക്ക് ഇങ്ങനെ ഇട്ടോട്ടാ കണ്ണാ. മാലയ്ക്ക് ഇങ്ങനെ ഇട്ടോ. നീ അവിടെ മൂക്കിനെ മാത്രമായിട്ട് എടുക്കാതെ വലിയ മൂക്ക് നിന്റെ മൂക്കെന്ന് തോന്നും. ശരി, അങ്ങനെ പറയണം. മൂക്ക് മാത്രമായിട്ട് എന്തിനാ പിള്ളേർക്ക്. വാവേ ശുണ്ടരി എന്ന് വിളിച്ച കുഴപ്പമുണ്ടോ? ഇന്ന ചക്കരെ ഹർഷക്കുട്ടി. ഓ ഒക്കെ വരുന്നോ? സോറി.